എടാ കീമോക്കുട്ടാ, ദാ നീ എൻ്റെ ഈ മുടി മുഴുവൻ കളഞ്ഞ് ഈ സൈഡും കളഞ്ഞ് ദാ ഈ സൈഡും കളഞ്ഞ് വിഗ് വെക്കണമെങ്കിൽ മുടി വേണം കുട്ടാ. എൻ്റെ കീമോക്കുട്ടാ, നീ എൻ്റെ മുടിയെല്ലാം കളയല്ലേ പൊന്നെ. ഇനി 10-ാം തീയതിയാണ് നീ ഇനി എൻ്റെ ദേഹത്തോട്ട് കയറുന്നത്. ഇങ്ങനെ എത്ര നോക്കണം, എനിക്ക് അങ്ങനെ ഒരു സ്നേഹം കിട്ടിയിട്ടില്ല. അങ്ങനെ ഒരു അതായ അന്നോട്ട് അമ്മനെ കണ്ടപ്പോ തന്നെ ഇഷ്ടമായതും ഈ അമ്മ മതിയെന്ന് ഞാൻ പറഞ്ഞത്. വേറെ അങ്ങനെ മാറിയിട്ടുമില്ല ഒരു സ്നേഹം. അമ്മയുടെ ഭാഗത്തു നിന്നാണേലും ഒരു കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. രേണു നോക്കിയല്ലേ എന്നെ നോക്കിയത്? എൻ്റെ അച്ഛൻ, അച്ചാമ്മ, വല്യമ്മ, വല്യച്ഛൻ അവരെല്ലാരും തന്നെയാണ്. കേട്ടല്ലേ? നീ ഇപ്പോഴല്ലേ ഒരു വർഷമായി തന്നെ നീ ഇപ്പം സ്വന്തക്കാരി നിൽക്കാൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ. ഇതിന് മുന്നേ ഒരു ആവതാസം ഉണ്ടായിരുന്നു. ചിങ്ങവനം ഭാഗം, കൊല്ലാട് ഭാഗം, അതുപോലെ ഈ പൊങ്ങനാനം, ഈ തൃക്കൊടുത്താനം പോലീസ് സ്റ്റേഷൻ, വാഗത്താനം പോലീസ് സ്റ്റേഷൻ ഒന്ന് തിരക്കി നോക്കി ആവതാസിനെ പറ്റി അറിയാനുള്ളവരോട് ഞാൻ പറഞ്ഞു. എന്നെ കുറ്റപ്പെടുന്നവരെ എന്തായാലും രേണുസുതി അങ്ങനെ നിയമവിധമായിട്ടൊന്നും ഞാൻ ചെയ്തിട്ടില്ല. അങ്ങനെയുള്ളവർ കുറച്ചുകൂടെ അറിയാൻ ആ പോലീസ് സ്റ്റേഷനിലോ അല്ലെങ്കിൽ ആ നാട്ടിലോ കൊല്ലാട് നാട്ടിലോ ഒന്ന് ഇതിനെ പറ്റി രാമദാസിനെ പറ്റി തിരക്കി നോക്കും. അപ്പൊ എനിക്കത് പറയാമല്ലോ. രാവിലെ ഇവിടെ രേണു പറയുന്നുണ്ട് വാഗത്താനം, പൊങ്ങന്താനം, തൃക്കൊടിത്താനം പോലീസ് സ്റ്റേഷനിലേക്ക് ഒന്ന് തിരക്കി നോക്കി. നിങ്ങൾക്ക് അറിയാവുന്നത് അവിടേക്ക് ചെറുതായിട്ടൊന്ന് നമ്മളൊന്ന് പരിശോധിക്കുന്നുണ്ട്. എന്താണ് സംഭവം, എന്താണ് അതിന്റെ സത്യാവസ്ഥ, ഞാൻ നിങ്ങളിലേക്ക് അത് എത്തിക്കുക തന്നെ ചെയ്യും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ അകത്ത് എന്തൊക്കെയോ ഒരു സംഭവം ഒളിഞ്ഞു കിടപ്പുണ്ട് മക്കളെ. അതുകൊണ്ട് തന്നെ അതെ, എന്തൊക്കെയോ ഒളിഞ്ഞു കിടക്കുന്നുണ്ട് മക്കളെ. ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞ ഒരു കാര്യമാണ്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞു വെച്ചിരുന്നു, ഇത് നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കും. കാരണം ഇവിടെ കിച്ചുവിന്റെ ഭാഗത്താണോ ശരി, രേണുവിന്റെ ഭാഗത്താണോ ശരി, ബിഷപ്പിന്റെ ഭാഗത്താണോ ശരി എന്നുള്ള കാര്യം പൊതുജനം അറിയണം എന്ന് പറഞ്ഞു. അത് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കും എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് കുറച്ച് സെർച്ചിങ്ങുകളൊക്കെ നടത്തി. അതിന്റെ വിവരമാണ് ഞാൻ നിങ്ങളോട് പറയുവാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, എന്തായാലും വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും പിന്നെ ഹൈപ്പ് എന്ന് പറയുന്ന ഒരു സാധനം അവിടെ ഉണ്ടെങ്കിൽ ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. എന്നാ പിന്നെ തുടങ്ങിയാലോ? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ബിഷപ്പ് നോബൽ ഫിലിപ്പ് അമ്പലവേലി ആംഗ്ലിക്കൻ സഭയുടെ 13ാമത് ബിഷപ്പാണ് അദ്ദേഹം. ഓക്കെ, അദ്ദേഹത്തെ കുറിച്ച് ഏറ്റവും അധികം വീഡിയോ ചെയ്തിട്ടുള്ള ഒരാളാണ് ഞാൻ. കാരണം അദ്ദേഹത്തെ ഈ പറയുന്ന രേണുവിന്റെ കുറെ ആൾക്കാർ കൂടി വട്ടമിട്ട് ആക്രമിച്ച സമയത്ത് ഞാൻ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ഇട്ട ഒരാളെന്ന നിലയിൽ, ഇപ്പോൾ അദ്ദേഹം കിച്ചുവിനെതിരെ പറഞ്ഞ ഒരു കാര്യത്തെ എടുത്ത് വിമർശിച്ച ഒരാളെന്ന നിലയിൽ, അത് മാത്രവുമല്ല ഈ പറയുന്ന ബിഷപ്പിനെ ഇപ്പോൾ എല്ലാവരും ഏറിൽ കയറ്റി വിട്ട് ബിഷപ്പ് എന്തോ ഇവരുടെ വസ്തുവും കിച്ചുവിന്റെ കയ്യിൽ നിന്ന് പിടിച്ചു മേടിച്ച് ഈ രേണുവിനും പിള്ളേർക്കും കൊടുക്കാൻ പോകുന്നു എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുമ്പോൾ ഇതിന്റെ സത്യാവസ്ഥ എന്തെന്ന് അറിയണമെന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിന്റെ സത്യാവസ്ഥ ഞാൻ അറിഞ്ഞു മക്കളെ. നമ്മൾ ആരെയും വിശുദ്ധരാക്കേണ്ട കാര്യമില്ല. ഒരാൾ പോലും വിശുദ്ധരല്ല. ഈ പറയുന്ന കിച്ചുവിനെ ഇപ്പോൾ എല്ലാവരും കൂടി അങ്ങ് വിശുദ്ധ പട്ടത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. അതിന്റെ ഒരു കാര്യവും ഇല്ല. കിച്ചു അത്ര നല്ല വെടിപ്പുള്ള ഒരാളല്ല. ഞാൻ കിച്ചുവിനെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു, എൻ്റെ ഒരു സഹോദര തുല്യനാണ്. അതുകൊണ്ട് തന്നെ അവനെ ഇട്ട് എന്തിനാണ് ഇങ്ങനെ ക്രൂശിക്കുന്നത്, എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ വന്ന് പറയണം എന്ന കാര്യം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. എന്തായാലും അത് ഞാൻ എന്താണ് പറഞ്ഞത് എന്ന് വെക്കാം. അല്ലെങ്കിൽ എല്ലാവരും ഞാൻ നിലപാടില്ലാത്തവനാണ് എന്ന രീതിയിലൊക്കെ നിങ്ങൾ ചിലപ്പോൾ സംസാരിക്കും. അതുകൊണ്ട് തന്നെ അത് നിങ്ങളൊന്ന് കേൾക്കുക, ഞാൻ എന്താണ് പറഞ്ഞത് എന്നുള്ളത്. അത് കേട്ടതിന് ശേഷം എന്താണെന്നുള്ളത് കൃത്യമായിട്ടും പറഞ്ഞു തരാം. പ്രായത്തിന്റെ അല്ല, അഹങ്കാരം. അങ്ങനെ തന്നെ കൊടുത്തോളൂ. അഹങ്കാരമായത് ഈ വീട്ടിൽ വന്ന അഹങ്കാരം കാണിക്കാൻ നോക്കത്തില്ല. കാരണം ഇവിടെ പല നാട്ടുകാർ അത് നാട്ടിലുള്ള ആൾക്കാർ അതിനെപ്പറ്റി ഇപ്പൊ ചർച്ച ചെയ്തോളണം. വിവരങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ. ഞാനിപ്പോഴാണ് ഇതിനെപ്പറ്റിയൊക്കെ അറിയുന്നത്. ഈ പുള്ളിക്കാരൻ ഇങ്ങനെ പല കാര്യങ്ങൾ കേസിൽ പെട്ടെന്നൊക്കെ ഉള്ളവർ ഞാൻ പോലീസുകാർ പറഞ്ഞായിരുന്നു. പക്ഷെ ഇപ്പം ഞാൻ ഇവിടെ ബിഷപ്പ് പറയുന്ന ഒരു കാര്യം കേട്ടോ. ഇവിടെ നാട്ടുകാരൊക്കെ പറയുന്നുണ്ട്, ഇപ്പോഴാണ് ഞാൻ ഈ ഒരു കാര്യത്തെക്കുറിച്ച് അറിയുന്നത്, പോലീസുകാർ ഇങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു എന്ന് ഇവിടെ ബിഷപ്പ് പറയുന്നുണ്ട്. അപ്പൊ അതെന്തായിരിക്കും? അതാണ് എന്നെ ഇതിലേക്ക് ഈ ഒരു വീഡിയോ ചെയ്യിക്കാനായിട്ട് പ്രധാനമായിട്ടും ഒരു ഒരു ഇൻസ്പിറേഷൻ തന്നത്. ഓക്കെ, ബാക്കിയുടെ കേൾക്കാൻ പറഞ്ഞായിരുന്നു. പക്ഷെ ഇപ്പം ഞാൻ പല കാര്യങ്ങൾ അറിയുന്നുണ്ട്. ഇവിടെ എന്റെ ഈ പുരയിടത്തിനകത്ത് അതൊന്നും നടക്കത്തില്ല. എന്തായിരിക്കും ഈ എന്റെ പുരയിടത്തിനകത്ത് ഇത് പറ്റത്തില്ല, ഇത് സാധിക്കത്തില്ല എന്ന് പറഞ്ഞത്? ഇത് ഈ അർഷാദ് പാല പറഞ്ഞ കാര്യവുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? അത് സംശയിക്കേണ്ടിയിരിക്കുന്നു. ബാക്കി ഇവിടെ നടക്കത്തില്ല. ഒന്നും ശരിയായ പ്രവണതയല്ല. എന്നെ ഇപ്പൊ ഈ വിഷയത്തിൽ ഏറിൽ കയറ്റി വിട്ടാലും എനിക്ക് കുഴപ്പമില്ല. പറയുമ്പോൾ എനിക്ക് അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടെന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു കുടുംബത്തെ ബുദ്ധിമുട്ടിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. ഇവിടെ ബിഷപ്പ് എന്തൊക്കെയോ പറയണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ ഒന്നും പറയുന്നുമില്ല. അങ്ങനത്തെ സിറ്റുവേഷനിലാണ് ഈ ഒരു റീല് ഇങ്ങനെ കടന്നുകൂടുന്നത്. അതിൻ്റെ അകത്ത് ബിഷപ്പിനെ എല്ലാവരും കുറ്റം പറയുന്നുണ്ട്, ബിഷപ്പിനെ ഏറി കയറ്റുന്നുണ്ട്. കിച്ചുവിനെതിരെ പറഞ്ഞ കാര്യങ്ങൾ ഒട്ടും ശരിയായില്ല എന്ന് ഞാനും പറഞ്ഞിട്ടുണ്ട്. കാരണം ഞാൻ ബിഷപ്പിനെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ചെയ്തിട്ടുള്ള ഒരാളായതുകൊണ്ട് തന്നെ ഞാൻ ബിഷപ്പിനെ നല്ല രീതിയിൽ തന്നെ വിമർശിച്ചിട്ടുണ്ട്.
ഓരോ യൂട്യൂബറും ബിഷപ്പിനെതിരെ നല്ല രീതിയിൽ തന്നെ വിമർശിച്ചു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കിച്ചുവിനെതിരെ അതുപോലെയാണ് ബിഷപ്പ് പറഞ്ഞത്. രേണുവിനെ ചേർത്ത് പിടിച്ചതൊക്കെ കൊള്ളാം, പക്ഷേ ബിഷപ്പ് കിച്ചുവിനെതിരെ പറഞ്ഞ കാര്യങ്ങൾ ആർക്കും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ളത് സത്യം തന്നെയാണ്. ഇനിയും നിങ്ങൾ ഈ ഒരു വീഡിയോ ഒന്ന് കണ്ടു നോക്കി. ഇതിന്റെ അകത്ത് രേണു പറയുന്ന ഒരു കാര്യമുണ്ട്, അതോടെ ഒന്ന് കേട്ടു നോക്കി. അതും ഇതോടെ കണക്ട് ചെയ്യുമ്പോൾ എന്തോ ഒരു സംഭവം അവിടെ ഉണ്ട് മക്കളെ, ഉണ്ട്. ചെറുപ്പത്തിൽ അനുഭവിച്ച കാര്യങ്ങൾ വരെ നീ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതൊന്നും ചെറുപ്പത്തിൽ അനുഭവിച്ച കാര്യങ്ങൾ വരെ നീ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതൊന്നും പുറത്ത് വിടുന്ന ലഭിച്ചു. ഞാൻ അങ്ങനത്തെ ഒരു അമ്മയല്ല, ഞാൻ അങ്ങനത്തെ ഒരു സ്ത്രീയല്ല. ഇനിയെങ്കിലും എന്നെ വെറുതെ വിടുക. ഞാൻ ക്യാൻസർ രോഗമായിട്ട് ഞാൻ മല്ലിടുവാണ്. എനിക്ക് എന്റെ ഹൃദയത്തിന് വേണ്ടിയിട്ട് ജീവിച്ചേ പറ്റത്തുള്ളൂ. എന്നെ വെറുതെ വിടുപ്പിച്ചു കിച്ചു, എന്നെ വെറുതെ വിടും. പിന്നെ നമുക്ക് രണ്ടുപേർക്ക് അറിയുന്ന പല കാര്യങ്ങളുണ്ട് അല്ലെ കിച്ചു, ഫ്യൂച്ചർ വരെ ബാധിക്കുന്ന കാര്യങ്ങളുണ്ട്. സോ അതെന്നെ കൊണ്ട് പറയിപ്പിക്കരുത് കിച്ചു. എന്റെ കുഞ്ഞ് നിന്നെ ചേട്ടനായിട്ട് കണ്ടുപോയി, ഇനി എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് കിച്ചു. ഇവിടെ നിങ്ങൾ കേട്ടോ, കിച്ചു നമുക്ക് രണ്ടുപേർക്കും അറിയുന്ന പല കാര്യങ്ങളുമുണ്ട്, അത് എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്, നിന്റെ ഫ്യൂച്ചറിനെ വരെ ബാധിക്കുന്ന കാര്യങ്ങളാണ് അത് എന്ന് പറഞ്ഞുകൊണ്ട് രേണു ഭീഷണിപ്പെടുത്തിയ ഈ ഒരു ഭീഷണി ഇതെടുത്ത് നമ്മൾ ഓരോരുത്തരും വീഡിയോ ചെയ്തതാണ്. രേണു എന്തിനാണ് പഴയ കാര്യങ്ങൾ വെച്ച് ഈ പറയുന്ന കിച്ചുവിനെ ഇങ്ങനെ ഭീഷണിപ്പെടുത്തുന്നത് എന്നുള്ള ഒരു കാര്യം നമ്മൾ പറഞ്ഞ് ഈ വീഡിയോ ചെയ്തിട്ടുമുണ്ട്. എന്നാൽ ഇതിൻ്റെ അകത്തും എന്തൊക്കെയോ ഒളിഞ്ഞു കിടപ്പുണ്ട് മക്കളെ. ഇത് വാ തുറന്ന് രേണു തന്നെ പറയണം കൃത്യമായിട്ട് എന്താണ് എന്നുള്ള കാര്യം. ഇല്ല എങ്കിൽ രേണുവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആരെങ്കിലും പറയണം എന്താണ് ആ ഒരു കാര്യം. ഇല്ല എങ്കിൽ കിച്ചു വന്നിട്ട് ഉള്ള കാര്യങ്ങൾ ഉള്ളതുപോലെ പറയണം. ഇവിടെ ഒരു വിഷയം ഒളിഞ്ഞു കിടപ്പുണ്ട്. അർഷാദ് പാല എന്ന് പറയുന്ന ഈ പറയുന്ന രേണുവിന്റെ കൂട്ടുകാരൻ എന്ന് അവകാശപ്പെടുന്ന അവൻ പറഞ്ഞ ആ ഒരു കാര്യം, ഈ ഒരു കാര്യം, ബിഷപ്പ് പറഞ്ഞ ഒരു കാര്യം, ഇതെല്ലാം കൂടെ ചേർത്ത് വായിക്കുമ്പോൾ എന്തോ ഒരു സംതിങ് മിസ്റ്റേക്ക് ഉണ്ട് മക്കളെ. എന്റെ പൊന്നു പ്രേക്ഷകരെ, നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് നിങ്ങൾ കമന്റ് ചെയ്യണം. ഞാൻ പറയുന്നത് അത് എന്തായാലും അതിൽ എന്തൊക്കെയോ ഒരു പൊരുളുണ്ട് മക്കളെ, എന്തൊക്കെയോ ഒരു പൊരുളുണ്ട്. രാഹുൽദാസിനെ പറ്റി എന്നെ പറ്റി പറയുന്നല്ലോ സസ്പെഷൻ. ഞാൻ സസ്പെഷൻ അല്ലേ തുടങ്ങി നിയമപരമായിട്ട്, നിയമവിരുദ്ധമായിട്ട് ഞാനൊന്നും ചെയ്തിട്ടില്ലല്ലോ. കിച്ചു നീ ഇപ്പോഴല്ലേ ഒരു വർഷമായിട്ടല്ലേ നീ ഇപ്പം സ്വന്തം കാര്യം നിൽക്കാൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ. ഇതിന് മുന്നേ രാഹുൽദാസ് ഉണ്ടായിരുന്നു. ചിങ്ങവനം ഭാഗം, കൊല്ലാട് ഭാഗം, അതുപോലെ ഈ പൊങ്ങന്താനം, ഈ തൃക്കൊടുത്താനം പോലീസ് സ്റ്റേഷൻ, വാഗത്താനം പോലീസ് സ്റ്റേഷൻ ഒന്ന് തിരക്കി നോക്കി രാഹുൽദാസിനെ പറ്റി. അറിയാനുള്ളവരോട് ഞാൻ പറഞ്ഞു. എന്നെ കുറ്റപ്പെടുന്നവരെ എന്തായാലും രേണുസുതി അങ്ങനെ നിയമവിരുദ്ധമായിട്ടൊന്നും ഞാൻ ചെയ്തിട്ടില്ല. അങ്ങനെയുള്ളവർ കുറച്ചും കൂടെ അറിയാൻ ആ പോലീസ് സ്റ്റേഷനിലോ അല്ലെങ്കിൽ ആ നാട്ടിലോ കൊല്ലാട് നാട്ടിലോ ഒന്ന് കിച്ചുവിനെ പറ്റി രാഹുൽദാസിനെ പറ്റി തിരക്കി നോക്കി. അപ്പൊ എനിക്കതും പറയാമല്ലോ രാഹുൽ. ഇവിടെ രേണു പറയുന്നുണ്ട് വാഗത്താനം, പൊങ്ങന്താനം, തൃക്കൊടിത്താനം പോലീസ് സ്റ്റേഷനിലൊക്കെ ഒന്ന് തിരക്കി നോക്ക്, നിങ്ങൾക്ക് അറിയാമെന്ന്. അവിടേക്ക് ചെറുതായിട്ടൊന്ന് നമ്മളൊന്ന് പരിശോധിക്കുന്നുണ്ട്. എന്താണ് സംഭവം, എന്താണ് അതിന്റെ സത്യാവസ്ഥ, ഞാൻ നിങ്ങളിലേക്ക് അത് എത്തിക്കുക തന്നെ ചെയ്യും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ അകത്ത് എന്തൊക്കെയോ ഒരു സംഭവം ഒളിഞ്ഞു കിടപ്പുണ്ട് മക്കളെ. അതുകൊണ്ട് തന്നെ അത് പുറത്തു വരണം. അത് മാത്രമല്ല കിച്ചുവിനെ ഇങ്ങനെ എന്താ പറയുക ഒരു പ്രഷറിൽ നിർത്തുന്നത് നല്ല കാര്യമൊന്നുമല്ല. അതുകൊണ്ട് തന്നെ ആ കാര്യം എന്തെന്നുള്ള കാര്യം രേണു പറയണം. ഇല്ല എങ്കിൽ രേണു എന്ത് പറയണം, വാ അടച്ചു വെച്ച് സ്വന്തം മകനെന്ന് കാണുന്ന കിച്ചുവിനെ സപ്പോർട്ട് ചെയ്തില്ലെങ്കിലും ഉപദ്രവിക്കാതെ ഇരിക്കണം. ഇത് അതൊന്നുമല്ല ഇവിടെ ചെയ്യുന്നത്. ബിഷപ്പ് ആയിക്കോട്ടെ, ഈ പറയുന്ന രേണു ആയിക്കോട്ടെ, കിച്ചുവിനെ സോഷ്യൽ മീഡിയയിൽ വലിച്ചു കയറാനായിട്ട് ഇട്ടിട്ട് ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കുമ്പോൾ അതിൻ്റെ അകത്ത് എന്താണ് സത്യാവസ്ഥ, എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യം പുറം ലോകം അറിയുക തന്നെ വേണം. ഇവിടെ സത്യമാണ്, ഇതിൻ്റെ അകത്ത് എന്തൊക്കെയോ ഒളിഞ്ഞു കിടപ്പുണ്ട് എന്ന് പറഞ്ഞ കാര്യം സത്യം തന്നെയാണ്. ഇതിൻ്റെ അകത്ത് ചെറുതായിട്ടുള്ള ഒരു കാര്യമൊന്നുമല്ല, വലുതായിട്ടുള്ള കാര്യം തന്നെ ഒളിഞ്ഞു കിടപ്പുണ്ട്. ഇവിടെ കിച്ചുവിനെ എല്ലാവരും കൂടി നന്മമരമാക്കുന്നു, അല്ലെങ്കിൽ എന്താ പറയുക നല്ലൊരു കുട്ടിയുടെ ഒരു ഇമേജ് കൊണ്ടു കൊടുക്കുന്നത് അത്ര നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും ഞാൻ ആ നാട്ടിൽ വിളിച്ചു നോക്കിയ സമയത്ത് പല കാര്യങ്ങളും എനിക്ക് അറിയാനായിട്ട് സാധിച്ചു. നിങ്ങൾക്കറിയാം, മുമ്പ് ഞാൻ ഈ പറയുന്ന രേണു വാടക കൊടുക്കാത്ത വീട്ടിലെ ബേബിച്ചായന്റെ ഒരു വോയിസ് ഒക്കെ ഞാൻ അന്ന് പുറത്തു വിട്ടിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന രേണു വാടക പോലും കൊടുക്കാതെ ഇറങ്ങി തിരിച്ചതാണ് ആ വീട്ടിൽ നിന്നും. എന്നിട്ട് വാടക പോയി ചോദിച്ച സമയത്ത് അദ്ദേഹത്തെ തെറി വിളിച്ച് പറഞ്ഞു വിട്ട ഒരാളാണ് ഈ രേണു. അന്ന് ഞാൻ എടുത്ത് നല്ലപോലെ ഉടുത്തതാണ് ഈ രേണുവിനെയൊക്കെ. ഇപ്പോഴും രേണുവിനെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നതല്ല. രേണു ചെയ്തത് മഹാപോക്കൃത്തരം, തെമ്മാടിത്തരം ഒക്കെയാണ്. പക്ഷേ ഇവിടെ കിച്ചു എന്ന് പറയുന്ന വ്യക്തി അവൻ നല്ലവനാണ്. അവൻ എന്താ പറയുക, ഈ ഒരു തെറ്റും ചെയ്യാത്തവനാണ്. അവനെ എന്താണ് ഇങ്ങനെ ക്രൂശിക്കുന്നത്? അതിന്റെ കൂടെ തന്നെ ഇപ്പം ബിഷപ്പിനെയോട് എടുത്ത് ഏറിലിങ്ങനെ കയറ്റുകയാണ്. കാരണം പലപ്പോഴായിട്ട് ഈ പറയുന്ന മനുഷ്യൻ എന്താണ് ഇങ്ങനെ പ്ലേറ്റ് മാറ്റി പറയുന്നത് എന്നുള്ള ഒരു ചിന്ത എനിക്കുണ്ടായിരുന്നു. അപ്പൊ കിച്ചുവിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും സത്യമുണ്ടോ എന്നറിയാൻ വേണ്ടി ഞാൻ എന്താ പറയുക ഒരു അന്വേഷണം നടത്തിയ സമയത്ത് എനിക്ക് അറിയാൻ സാധിച്ചത് മക്കളെ ഞെട്ടിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. എന്തായാലും ഈ ഒരു വിഷയം എന്തെന്നുള്ളത് ഒന്നെങ്കിൽ ബിഷപ്പ് വന്ന് പറയണം. ബിഷപ്പ് എന്താണെന്നുള്ള കാര്യങ്ങൾ അത് കൃത്യമായിട്ട് പറയണം. അല്ല എങ്കിൽ ബിഷപ്പിന് ചിലപ്പോൾ ഒരു പരിധി എന്താ പറയുക എല്ലാത്തിനും ഒരു പരിമിതി ഉണ്ടാകും. അതുകൊണ്ട് അദ്ദേഹം ചിലപ്പം വന്നത് പറയണമെന്നില്ല. പക്ഷേ രേണുവേലും വന്ന് കാര്യങ്ങൾ പറയണം. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ബിഷപ്പ് വന്ന ആ ഒരു കാര്യം പറഞ്ഞതോടുകൂടി തന്നെ ബിഷപ്പ് ഒരു കൊള്ളരുതാത്തവനായി മാറി. ബിഷപ്പിനെ എല്ലാവരുടെ കുറ്റപ്പെടുത്താനായിട്ട് അങ്ങോട്ട് വരുന്നു. അപ്പം എന്താണ് അദ്ദേഹത്തിന് ഇപ്പൊ സഭയുണ്ടോ? അദ്ദേഹം ഇപ്പൊ എന്താ പറയുക കള്ളനച്ഛനാണ്, അല്ലെങ്കിൽ എന്താ പറയുക അങ്ങനെ പിന്നെ എന്തൊക്കെയോ ആൾക്കാർ പറഞ്ഞു വിടുന്നത്. പിന്നെ ഈ പറയുന്ന കിച്ചുവിന്റെ കയ്യിൽ നിന്ന് വീടും സ്ഥലവും പിടിച്ചു മേടിച്ചിട്ട് ഈ രേണുവിന് കൊടുക്കാനാണ്. രേണുവുമായിട്ട് എന്തൊക്കെയോ രഹസ്യ ബന്ധമുണ്ട്. രേണുവിന്റെ എന്തോ ഫോൺ കോള് ബിഷപ്പിന്റെ എന്തോ ഫോൺ കോള് രേണുവിന്റെ കയ്യിലുണ്ട്, അതുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ ചെയ്യുന്നത് എന്ന് തുടങ്ങി പല കാര്യങ്ങളും വരുന്നുണ്ട്.
അപ്പോൾ ആർക്കോ വേണ്ടി സ്വന്തം എന്താ പറയാ, സ്വന്തം ഇമേജ് നഷ്ടപ്പെടുത്തുന്നതായിട്ടാണ് എനിക്ക് ബിഷപ്പിന്റെ കാര്യത്തിൽ തോന്നിയിട്ടുള്ളത്. പക്ഷെ ബിഷപ്പ് അതിനകത്ത് പറയാൻ ശ്രമിച്ച, ആ ഇന്റർവ്യൂ പറയാൻ ശ്രമിച്ച പല കാര്യങ്ങളും അദ്ദേഹം വാ പൊത്തിയതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. മൊത്തം അദ്ദേഹം അങ്ങോട്ട് പറഞ്ഞിട്ടുമില്ല, അദ്ദേഹം അവിടെ ഇവിടെ തൊടാതെയാണ് കാര്യം പറഞ്ഞതും അത് അദ്ദേഹത്തിന് തന്നെ ദോഷം ചെയ്തു. പക്ഷേ അദ്ദേഹം അതിൻ്റെ അകത്ത് അത് പറയാതിരുന്നത് എന്താണ് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ചിലപ്പോ വീട്ടുകാര് എന്താ പറയാ, രേണുവിന്റെ വീട്ടുകാരൊക്കെ എന്തെങ്കിലും പറയുമോ എന്ന് വിചാരിച്ചിട്ടാണോ എന്നും അറിയത്തില്ല. എന്തായാലും അത് സത്യം പുറത്തു വരണം മക്കളെ. അത് പുറത്തു വന്നാൽ കിച്ചുവിനെ സപ്പോർട്ട് ചെയ്യുന്നവരെല്ലാം തിരിച്ചു കൊത്തും മക്കളെ. അതേപോലത്തെ കാര്യങ്ങളാണ് കിച്ചു ചെയ്തു വെച്ചിരിക്കുന്നത്. കിച്ചുവിനെ നമ്മൾ ഒരിക്കലും എന്താ പറയുക, അങ്ങനെ അങ്ങോട്ട് സപ്പോർട്ട് ചെയ്ത് നല്ല വ്യക്തിയാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും കിച്ചു പറഞ്ഞ ഒരു വീഡിയോ ഉണ്ട് മുമ്പലത്തെ, അത് നിങ്ങളൊന്ന് കണ്ടു നോക്കി. അത് കഴിഞ്ഞതിന് ശേഷവും പറയാം. ഇങ്ങനെ എത്ര നോക്കും, എനിക്ക് അങ്ങനെ ഒരു സ്നേഹം കിട്ടിയിട്ടില്ല. അങ്ങനെ ഒരു അതാ അന്നോട്ട് അമ്മനെ കണ്ടപ്പോ തന്നെ ഇഷ്ടമായതും ഈ അമ്മ മതിയെന്ന് ഞാൻ പറഞ്ഞത്. വേറെ അങ്ങനെ മാറിയിട്ടുമില്ല ഒരു സ്നേഹം. അമ്മയുടെ ഭാഗത്തു നിന്നാണേലും ഒരു കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് മാത്രമേ അവിടെ നിൽക്കുന്നത്. ഈ അമ്മയും ഋതപ്പനും അളിയനും അവരുടെ സ്നേഹം കാരണം തന്നെ നിൽക്കുന്നു. സ്വന്തം അമ്മയുടെ ഭാഗത്ത് നിന്ന് ഒരു ഇതുമില്ല, അമ്മ നല്ല അമ്മയാണ്, അതുകൊണ്ടാണ് ഞാൻ അവിടെ നിൽക്കുന്നത് എന്ന് പറഞ്ഞ ഈ കിച്ചു കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു ഇന്റർവ്യൂവില് ഒരു ലൈവ് ഇട്ട സമയത്ത് ഈ രേണുവിനെ കുറിച്ച് പറഞ്ഞൊരു കാര്യമുണ്ട്. അന്ന് എല്ലാവരും എടുത്ത് കിച്ചുവിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് രേണുവിനെ അടിച്ച് താഴ്ത്തിയതൊക്കെയാണ്. ഞാൻ രേണുവിനെ സപ്പോർട്ട് ചെയ്യുകയല്ല, ഞാൻ ഈ കിച്ചുവിന്റെ ഈ കാര്യം പറയുമ്പോൾ അതൊന്ന് പറയുന്നതേ ഉള്ളൂ. അതൊന്ന് കേട്ടെ. രേണു നോക്കിയല്ലേ, എന്നെ നോക്കിയത് എൻ്റെ അച്ഛൻ, അച്ചാമ്മ, വല്യമ്മ, വല്യച്ഛൻ, അവരെല്ലാരും തന്നെയാണ്. കേട്ടല്ലേ, എല്ലാരും കേട്ടല്ലേ. ഞാൻ പറഞ്ഞുതരാം. ഒരു 3 വയസ്സായപ്പോഴാണ് അച്ഛൻ ഞാനും കൂടെ കൊല്ലത്തോട്ട് വരുന്നതും. പിന്നെ മൊത്തം നോക്കിയത് അച്ചാമ്മ, വല്യച്ഛൻ, വല്യമ്മ, അച്ഛൻ വരും. അച്ഛനന്ന് ഭയങ്കര ഷൂട്ടപ്പ് ഇടയ്ക്കിടയ്ക്ക് വരുന്നത്. മൊത്തം എന്നെ നോക്കിയത് വരാണ്. ഇവിടെ കിച്ചു പറഞ്ഞത് കേട്ടല്ലോ. തന്നെ നോക്കിയതല്ല ഈ പറയുന്ന ആരാണ്, കൊല്ലക്കാരാണെന്നാ പറഞ്ഞേ ഈ റീസെന്റ് ഇട്ട ലൈവിന്റെ അകത്ത്. പക്ഷെ മുമ്പ് പറഞ്ഞ കാര്യം എന്തായിരുന്നു? രേണുസുതി നല്ല അമ്മയാണ്, രേണുസുതി എന്നെ നല്ലപോലെ നോക്കുന്നുണ്ട്, അതോടൊപ്പം തന്നെ അവരുടെ വീട്ടുകാർ നോക്കുന്നുണ്ട് എന്നുള്ള കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ ഇതിന്റെ അകത്തുനിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾ മനസ്സിലാക്കണം, ഇതിന്റെ അകത്ത് വലിയൊരു സംഭവം ഒളിഞ്ഞു കിടപ്പുണ്ട്. കിച്ചു എന്തുകൊണ്ടാണ് രേണുവിനെതിരെ ഒരു വീഡിയോ ചെയ്യാത്തത്? ഇത്രയൊക്കെ പറഞ്ഞല്ലോ. അതായത് രേണു വന്ന് പറഞ്ഞു, അതോടൊപ്പം തന്നെ ഇത്രയും വീഡിയോ ബിഷപ്പ് വന്ന് പറഞ്ഞു, അതോടൊപ്പം തന്നെ എല്ലാ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരും എടുത്ത് ചെയ്യുന്നു. എന്നിട്ട് കിച്ചു ഒരക്ഷരം മിണ്ടുന്നില്ല. കിച്ചു ഒരക്ഷരം മിണ്ടിയാൽ നാട്ടുകാർ ഇളകുമെന്ന് ബിഷപ്പ് പറഞ്ഞ കാര്യം സത്യമാണ് മക്കളെ. അത് അങ്ങനെ തന്നെയാണ്. കിച്ചുവിന് മിണ്ടാൻ പറ്റത്തില്ല. കിച്ചു അതുപോലെ കാട്ടിക്കൂട്ടിയിട്ടുണ്ട്, അതുപോലെ എനിക്ക് പറയണമെന്നുണ്ട്. പക്ഷെ അത് ഞാൻ പറയുന്നില്ല. പറയണമെന്ന് എന്ത് പറയുക, എനിക്ക് പറയണമെന്ന് തോന്നുവാണെങ്കിൽ ഞാൻ വന്ന് പറയുകയും ചെയ്യും. ഇപ്പൊ ഞാൻ മിണ്ടാതിരിക്കുന്നത് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എന്റെ വായിൽ നിന്ന് പുറത്തു വരരുത്. ഇത് വരുന്നത് ഒന്നീ രേണുവിന്റെ വായിൽ നിന്ന് പുറത്തു വരണം, ഇല്ല എങ്കിൽ ബിഷപ്പിന്റെ വായിൽ നിന്നോ പുറത്തു വരണം. നാട്ടുകാരുടെ പറഞ്ഞ കാര്യങ്ങളൊക്കെ എൻ്റെ കയ്യിൽ ഉണ്ടെങ്കിലും അതൊന്നും ഞാൻ വെക്കുന്നില്ല. ഇത് അവർ തന്നെ പുറത്തു പറയട്ടെ. ഈ പറയുന്ന കിച്ചുവിനെ വിശുദ്ധനാക്കിയിട്ട് ചിത്രീകരിക്കുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. കിച്ചു എന്ന് പറയുന്ന നല്ല പിള്ള ഒന്നും അല്ല. ഇവിടെ ബിഷപ്പ് കിച്ചുവിനെ കുറിച്ച് പറഞ്ഞ സമയത്ത് ബിഷപ്പിനെ എടുത്ത് ഏറിൽ കയറ്റിയ എല്ലാവരും മനസ്സിലാക്കുക, ബിഷപ്പ് പറഞ്ഞ കാര്യത്തിൽ സത്യങ്ങളുണ്ട്, എന്തൊക്കെയോ ഒളിഞ്ഞു കിടപ്പുണ്ട് എന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത് സത്യം തന്നെയാണ്. പോലീസ് സ്റ്റേഷനിലും അതോടൊപ്പം തന്നെ നാട്ടുകാരെ എല്ലാം പറഞ്ഞ കാര്യങ്ങൾ ഉണ്ട് മക്കളെ. അതുകൊണ്ട് തന്നെ കാര്യം ഇത്ര ക്ലിയർ ഒന്നുമല്ല. എന്തായാലും നല്ലൊരു വീഡിയോ നിങ്ങൾക്ക് ഏത് സമയവും പ്രതീക്ഷിക്കാം. പൊട്ടും മക്കളെ, പൊട്ടാനുള്ള ബോംബ് ഉണ്ട്. അത് പൊട്ടുക തന്നെ ചെയ്യും. ഒന്നെങ്കിൽ എൻ്റെ ചാനലിൽ കൂടെ അത് പൊട്ടും, ഇല്ല എങ്കിൽ ബിഷപ്പിന്റെ ഇനിയും വല്ല ഇന്റർവ്യൂ എല്ലാം വന്നു കഴിഞ്ഞാൽ അവിടെ നിന്ന് പൊട്ടും, ഇല്ല എങ്കിൽ ഈ പറയുന്ന രേണുവിന്റെ ചാനലിൽ നിന്ന് പൊട്ടും. അത് ഒരു വല്ലാത്ത പൊട്ടായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഞാനിവിടെ നിർത്തുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ടും കമന്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും